ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇതിലൊരു ചെറിയൊരു റിസർച്ച് ചെയ്തു. വളരെ റാൻഡമായിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു സെറ്റ് ഓഫ് 25 ക്വസ്റ്റ്യൻസ് ഗസ്സബിളായിട്ടുള്ള അവർക്ക് അനലിറ്റിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് കറക്റ്റ് ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാനൊരു 3 സാമ്പിൾ സ്പേസിന് വെച്ചിട്ട് UP വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഞാൻ കൊടുത്തു. നമ്മളെല്ലാവരും വിചാരിക്കുക എപ്പോഴും ഹൈസ്കൂൾ വിഭാഗമായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക. കാരണം അവരുടെ IQ ലെവൽ കൂടുതലായിരിക്കും, അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, കൊഗ്നിറ്റീവ് എബിലിറ്റീസ് കൂടുതലായിരിക്കും എന്നാണ്. പക്ഷേ ആ റിസൾട്ട് എനിക്ക് തന്നത് UP വിഭാഗം കുട്ടികളാണ് കൂടുതൽ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് ഒരു പഠനം നടത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കൂടുതൽ ഹൈസ്കൂൾ വിഭാഗം സ്റ്റുഡൻസും 3 മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അതാണ് റിയാലിറ്റി. കാരണം UPക്കാർക്ക് അത്രത്തോളം സോഷ്യൽ മീഡിയയ്ക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല. പാരൻസിൻ്റെ അടുത്താണ് കൂടുതൽ സമയവും ഫോണ്. അവർക്ക് ആകെ കിട്ടുന്നത് പാരൻസ് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയങ്ങളിലുള്ള കുറച്ച് സമയമാണ്. ബാക്കിയുള്ള സമയത്ത് അവർ മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ വലിയൊരു ഇൻസൈറ്റാണ് ശരിക്കും ഞങ്ങൾക്ക് ആ സ്റ്റഡി തന്നത് എന്ന് വേണം പറയാൻ.